ആണോ? അഖിലെ, നീ അവിടെ കയറിയിരുന്ന അന്ന് മുതൽ തുടങ്ങി BJP-യുടെ നാശം. ഇനി BJP നശിച്ചേ അടങ്ങൂ, നശിച്ച് പണ്ടാറടങ്ങിയിട്ട് അടങ്ങൂ. കാരണം നീയാണ് BJP-യിൽ എത്തിച്ചേർന്നത്. നീ നാശത്തിന്റെ വിഷവിത്ത് തന്നെയാണെന്ന് ഇപ്പോ ഒരിക്കൽ തെളിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, കോമഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഡ്ഢിത്തത്തിന് കയ്യും കാലും മുളച്ച ഒരാൾ കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ അത് അഖിൽമാരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അഖിലിന്റെ ഒരു വിചാരം, ദുനിയാവിന്റെ മുകളിൽ ബുദ്ധിമാനും വിജ്ഞാനമുള്ളവനും അക്ഷരാഭ്യാസമുള്ളവനും കുറച്ച് വിവരമുള്ളവൻ ദുനിയാവിലുണ്ടെങ്കിൽ അതും അവനാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അഖില്. അഖില് ഡൽഹി സമരത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. പ്രിയമുള്ളവരെ നമസ്കാരം. നമസ്കാരം. CGP നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഡൽഹിയിൽ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. എന്താണ് അവനൊക്കെ സംസാരിക്കാനുള്ളത്? ആരാ ഇവന്റെ സംസാരത്ര കേട്ടിരിക്കാനുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര ഒരു വിഡ്ഢി വേറെ ഉണ്ടോ? പറയും മോനെ ദിനേശ. ഈ സമരം യഥാർത്ഥത്തിൽ BJP-ക്ക് ഒരുപാട് ഗുണം ചെയ്യും. രാഷ്ട്രീയമായി ഈ സമരം BJP-ക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നത് തിരിച്ചറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പേർ എന്ന് പറയുന്നത്. കേട്ടല്ലോ. അപ്പോ ഈ സമരം രാഷ്ട്രീയപരമായിട്ട് BJP-ക്ക് ഒരുപാട് ഗുണം ചെയ്യും. കുറച്ചൊന്നല്ലോ, ഒരുപാട് ഗുണം ചെയ്യും. ഇവൻ ഒരു ഓന്താണോ അതൊരു മനുഷ്യനാണോ? ഇവൻ പറയാണ് ഒരുപാട് ഗുണം ചെയ്യും. ആർക്ക്? BJP-ക്ക്. ശരിയാണ്. ഇവനെ പോലുള്ള ആളുകള് BJP-ക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യും എന്നുള്ളത് ഒരു സംശയമില്ല. ഇവനൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ഈ ലെവലിലൊക്കെ എന്ത് ചെയ്തത്, കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയത്. കാരണം എന്താ അറിയോ, ഇവനൊക്കെ എത്തേണ്ടടുത്ത് എത്തി. ഇനി കാര്യങ്ങൾ മറിയുന്നൊരു സമയത്ത് ഇവനെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത് അതുപോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ, ഇങ്ങനെ ഒരു കോമാളി. പറയടാ. ഈ ഇടപെടലുകളെല്ലാം ചേർന്ന ഒരുവന്റെ ആഗ്രഹമായിരുന്നു നിയമസഭയിൽ ഇവ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കണമെന്ന ചിന്ത. ആ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചൊരുവനാണ്. അല്ലാതെ അപ്പൊ ഈ ഇടപെടലെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ മത്സരിച്ചത്. എന്നെ എല്ലാവരും കൂടി പൂട്ടി. എന്തൊരു കോമാളിയാണ് ഇവൻ. ഇവൻ ആ കിടന്നെടുത്ത് തോൽപ്പിച്ചിട്ട് പോലും ഒരു ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും പറയാം, ഞാൻ തോറ്റു, ഞാൻ എന്നെ തോൽപ്പിച്ചു എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയാം. ഒരു ചാണകം തിന്നുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നു പറഞ്ഞ പോലെ ചാണകം തിന്ന ചാണകത്തിന്റെ മണം കേട്ടില്ലേ? തൊള്ളി കൂടി വന്നാലും ഏയില വന്നാലും ചാണകമാണല്ലോ മണക്കണത്. പറയും മോനെ. മറ്റൊരു നേട്ടവും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് അവൻ രാഷ്ട്രീയം കൊണ്ട് ആകെ ആഗ്രഹിച്ചത് എന്താണ്? ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ശബ്ദം ഉയർത്താൻ വേണ്ടി മാത്രമായിരുന്നു അന്നങ്ങനെ നിന്നത്. എന്നിട്ട് നിങ്ങൾ എന്നെ എന്തു ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞില്ലേ, അനുഭവിച്ചില്ലേ എന്നൊക്കെയാണ് ഇപ്പം അതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തൊരു വിഡ്ഢിയാണ് ഇവന്. വിഡ്ഢി എന്താണ് പറയാ, എങ്ങനെ പോലെ ആ വിഡ്ഢിത്തത്തിന്റെ ആഴം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. വിരുദ്ധത അല്ലെന്നുണ്ടെങ്കിൽ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയാൽ ഒരിടത്താണോ വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJP-ക്കും NDA-ക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അതെ. അപ്പോ ലോകത്ത് മഹാ അത്ഭുതം ഇവൻ എന്ത് ചെയ്യണം നമ്മളോട് പറയാണ്, നിങ്ങള് മോഡി വിരുദ്ധർ ആയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോയാല് പല ആളുകൾക്കാണ് വോട്ട് ചെയ്യുക. ആദ്യമായിട്ട് അറിയാൻ എനിക്ക്, നിങ്ങൾക്ക് ആദ്യമായിട്ട് മനസ്സിലാവല്ലത്. നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഇപ്പം ബുദ്ധിമാനാണ്, ഹെവി ബുദ്ധി. ഇവന്റെ തലയിൽ ബുദ്ധിയല്ല, വേറെ എന്തോ ആണ് കിടക്കുന്നത്. മനസ്സിലായോ? മനുഷ്യനുള്ള ബുദ്ധി ഒന്നല്ല, കളിമണ്ണിനേക്കാൾ തരം താഴ്ന്ന എന്തോ ഇവന്റെ തലയിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാം. അപ്പൊ മോഡി വിരുദ്ധരൊക്കെ വോട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായ ആളുകൾക്കാണ്. മോഡി അനുകൂലരൊക്കെ വോട്ട് ചെയ്യുന്നത് ഏക മോഡിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഇത് ആദ്യമായിട്ടൊരു തിരിച്ചറിവാണ് കേട്ടോ നമുക്കൊക്കെ ഉള്ളത്. വലിയൊരു ബുദ്ധിമാൻ തന്നെ അറിയിച്ചു തന്നതിൽ വളരെയധികം നന്ദി. ബുദ്ധിമാനെ നമോ നമ. നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലത്ത് വോട്ട് ചെയ്ത് സ്വയം തോൽക്കുമ്പോൾ BJP-ക്ക് വേണ്ടി മാത്രം വോട്ട് പിടിച്ച് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, BJP-യെ സ്നേഹിക്കുന്നവർ, രാജ്യത്ത് NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത BJP-ക്ക് അനുകൂലമായി ചിന്തിക്കും. വിവരമില്ലായ്മ ഒരു തെറ്റല്ലല്ലോ, അത് അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്നതും ഒരു തെറ്റല്ല എന്ന് ബോധിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ ആ ഒരു വാക്ക് പറഞ്ഞത് വിവരമില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അത് അലങ്കാരമാക്കി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാം. നമ്മള് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ എന്ന് ബോധിപ്പിച്ചു തരാണ് അഖിൽമാരാര്. വിവരമില്ലായ്മ ഒരു തെറ്റല്ല എന്ന് മാത്രമല്ല, അത് അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്നതും ഒരു തെറ്റല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കണ അഖില് എന്ന് പറയുന്ന ഒരു നാടോടിക്കാരൻ.
രാഷ്ട്രീയമായി BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടിയിട്ട് ഈ കിടന്ന് ബഹളം വെക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. കണ്ടോ, ആ കടന്ന് ബഹളം വെക്കുന്ന വിഡ്ഢികള് എന്ത് ചെയ്തു? ഇപ്പോ ഓന്റെ മൂത്താപ്പാനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് എടുത്ത് താഴേക്ക് ഇട്ടു. എന്നിട്ടും ഇവനൊരു വിഡ്ഢിയായി പോയല്ലോ എന്ന് ആലോചിക്കുക. എന്നിട്ട് അവൻ പറയാ, ഈ സമരം വിളിക്കുന്നവരെ വിഡ്ഢികളോട് അവൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് BJPക്ക് ഒരു ചുക്കും സംഭവിപ്പിക്കില്ല എന്നുള്ളത്. ഇപ്പൊ എന്തൊരു നികൃഷ്ട ജീവിയാണ് ഇവന്. രാഷ്ട്രീയമായി BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടിയിട്ട് ഈ കിടന്ന് ബഹളം വെക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. കേട്ടല്ലോ. അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി കേട്ടതാണ്, ഒരു ചെറിയ ക്ഷീണം പോലും BJPക്ക് ഉണ്ടാക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ആര് മനസ്സിലാക്കണം? അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഡ്ഢികൾ മനസ്സിലാക്കണമെന്ന്. അപ്പൊ അവരെ വിഡ്ഢികൾ എന്ന് വിളിക്കുന്ന ഈ വിഡ്ഢിയെ, ഈ പരമവിഡ്ഢിയെ ഇനി എന്ത് വിളിക്കണമെന്ന് നിങ്ങളൊന്ന് പറയും. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഓരോ പുളിഞ്ചിരി ചേർച്ചിട്ട് ഓരോന്ന് പറയും. ഇതൊരു പറയുന്നത് മുഴുവൻ വിഡ്ഢിത്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിലാരും ഉണ്ടായി പോയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ മോനെ, നീ കാണിക്കുന്നതെല്ലാം വിഡ്ഢിത്തമാണ്, നീ ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിലോ നാട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അയൽവാസികളായിട്ടോ ആരും ഇല്ലാഞ്ഞിട്ടാണോ? അത് ഇവരൊക്കെ പറഞ്ഞിട്ടും ഇവനും മനസ്സിലാവാതെ കോമാളി കളിക്കുകയാണോ എന്നാണ് മനസ്സിലാവാത്തത്. ഇങ്ങനത്തെ ഒന്നുപോലെ BJPയെ നശിപ്പിക്കാൻ വേറെന്തേലും വേണോ? അഖിലേ, നീ അവിടെ കയറിയിരുന്ന അന്ന് മുതൽ തുടങ്ങി BJPയുടെ നാശം. ഇനി BJP നശിച്ചേ അടങ്ങൂ, നശിച്ച് പണ്ടാറടങ്ങിയിട്ട് അടങ്ങൂ. കാരണം നീയാണ് BJPയിൽ എത്തിച്ചേർന്നത്. നീ നാശത്തിന്റെ വിഷവിത്ത് തന്നെയാണെന്ന് ഇപ്പോ ഒരിക്കൽ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇനിയും തെളിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കുക. കാരണം ഒരാളെ വലിച്ച് താഴെയിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി വലിച്ച് താഴെയിടാൻ ഈ സംഘടനക്ക് അല്ലെങ്കിൽ ഈ കൂട്ടായ്മക്ക് കഴിയും എന്നുള്ളത് തീർച്ചയാണ്. നിന്റെയും മോദിയുടെയും അവസാനത്തെ കളിയാണിത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. അവസാനത്തെ കളിയാണിത് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നീ മോദിയുടെ കൂടെ കൂടിയപ്പോ നശിച്ചു പോയി ആ ചായക്കടക്കാരന്റെ ജീവിതവും എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും അഖിലിന്റെ മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.